ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഓണത്തിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് ആയാലോ? പോയാലോ നമുക്ക്? അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊട്ടിയത്താണ് കേട്ടോ പോകുന്നത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ടിഷ്യൂൻ്റെ കുറച്ച് പ്ലെയിൻ സാരീസാണ് കേട്ടോ നോക്കിയത്. സാരി ആകുമ്പോൾ നമുക്ക് 6 മീറ്ററോളം വരും. അപ്പോൾ സംതിങ് 500 രൂപ എന്തോ ആണ് സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് വാങ്ങി കേട്ടോ. അപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ദുപ്പട്ട ഇവിടെ ഉണ്ട് കേട്ടോ. പൊതുവേ ഞാൻ വെൽവെറ്റ് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് നല്ലൊരു മെറ്റീരിയലാണ്. വെൽവെറ്റ് ഓർഗൻസയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ മെറ്റീരിയൽ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെൽവെറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മെറ്റീരിയൽ മേടിക്കാം കേട്ടോ. ബെസ്റ്റ് ഓപ്ഷനാണ്. ഓണത്തിൻ്റെ കുറേ കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങി ബില്ലും സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ലേസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇത് പഴയൊരു മോഡൽ ലേസാണ് കേട്ടോ. ഇപ്പോഴും ഇത് ഷോപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇമാതിരി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹാങ്ങിങ്സ് ആണ് കേട്ടോ. എല്ലാ കളർ ഹാങ്ങിങ്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തിൽ എത്ര പീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ 94 രൂപയാണ് കേട്ടോ. ഞാൻ തേടി വന്നത് റെഡാണ്. പക്ഷേ റെഡ് ഇവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. പിന്നെ ഈ മെറ്റീരിയൽ നമ്മൾ പ്ലെയിൻ ജോർജറ്റിലൊക്കെ ഈ ഒരു ലേസ് മേടിച്ച് വെക്കാമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് നൂലും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പിന്നെ ഫാൻസിയിലൂടെ കയറി. എനിക്ക് പൊതുവേ ജിമുക്കകളോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. എല്ലാ മോഡൽ ജിമുക്കാസും എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങി കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയത്. ഒരു സെറ്റായിട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൊടുക്കാനല്ല, അനഘയ്ക്ക് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്നും പറഞ്ഞിട്ട് കയറി കേട്ടോ. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. പച്ചക്കറി അത്യാവശ്യം ലാഭത്തിന് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ജസ്റ്റ് എന്തായാലും പുറത്ത് വന്നതല്ലേ, ഒന്ന് കറങ്ങിയേക്കാം എന്ന് കരുതി. അപ്പോൾ ഉച്ചയോളം ആയിട്ടോ സമയം. പിന്നെ ഞങ്ങൾ കരുതി ഫുഡ് കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഫുഡ് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്ന സമയം സംതിങ് 2 മണിയോളം കഴിഞ്ഞു. നമ്മൾ പുറത്തെങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിപ്പാണ് പ്രശ്നം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും ഇന്നൊരു ദിവസം മെനക്കെട്ട് ഇറങ്ങി. ഇന്നെല്ലാം വാങ്ങി കൂട്ടാമെന്ന് കരുതി സൂപ്പർ മാർക്കറ്റിലൂടെ കയറി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം, കുറച്ച് സ്റ്റിച്ചിങ് കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ നമുക്ക് നാളത്തേക്ക് പോകാനുള്ളത്. അതൊക്കെ ഞാൻ ധൃതിയിൽ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം വീഡിയോ ഇടാത്തൊരു കാര്യം, വർക്കിന് പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഷോപ്പ് മാനേജ് ചെയ്യണം, പിന്നെ മെറ്റീരിയൽ എടുക്കാൻ പോകണം, പിന്നെ വീട്ടിലെ കാര്യം, മോടെ കാര്യം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ ഒരെണ്ണം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐറ്റം 1 മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 2-2.5 മണിക്കൂറായി പോകും കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് സ്പീഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എന്താ പറയുക, കസ്റ്റമർക്ക് 8 to 10 വർക്കിംഗ് ഡേയ്സ് ആണല്ലോ നമ്മൾ ഡിസ്പാച്ച് ടൈം പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം ഒരുപാടായി പോകും. അതുകൊണ്ട് മാക്സിമം വീഡിയോസ് ഞാൻ അവോയ്ഡ് ചെയ്യും കേട്ടോ. പിന്നെ അതാണ് നമ്മൾ വീഡിയോ സ്ഥിരം അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാര്യം. പിന്നൊരു കാര്യം, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.